നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടം ബെൻഫിക്കയും റയൽ മാഡ്രിഡും തമ്മിൽ നടന്ന കളി, ആ മത്സരത്തിൽ വിനി ജൂനിയർ ഒരു ടോപ്പ് ക്ലാസ് ഗോൾ നേടി. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനെതിരെ ബെൻഫിക്ക താരങ്ങൾ പ്രൊവോക്കഡായി. അതിനിടയ്ക്ക് അർജൻറ്റീനക്കാരനായിട്ടുള്ള യുവതാരം ജിയാൻ ലൂക്ക ക്രിസ്ത്യാനി വിനിയോട് വളരെ മോശമായിട്ട് വംശീയാധിക്ഷേപം നടത്തി. അതിനെ തുടർന്നാണ് പിന്നെ വിനി റഫറിയോട് കാര്യങ്ങൾ പറയുന്നതും പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്തതും കളി നിർത്തിവെക്കുന്നതും ഒക്കെ. അപ്പോൾ എന്താണ് ഇവൻ വിനിയോട് പറഞ്ഞത്? അതാണ് ചോദ്യം. വിനിയോട് അവൻ എന്തു പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് എംബാപ്പെ പിന്നെ മാധ്യമങ്ങളോട് പറയുന്നത്. കാരണം എംബാപ്പെ അതിന് തൊട്ടടുത്തുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇവൻ നേരിട്ട് വിനിയോട് പറയുന്നതിന് പകരം വിനിയുടെ മുഖത്ത് നോക്കി ഇതാ ഷർട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിട്ടാണ് അവൻ പറയുന്നത്. കാരണം അവൻ പറയുന്നതിന് ലിപ്പ് റീഡിങ് നടക്കരുത്. കൃത്യമായി അവൻ ഭീരുവാണ്. ഈ അർജന്റൈൻ കളിക്കാരൻ ഭീരുവാണ്. അർജന്റീനയുടെ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും അവസാനം നടന്ന അങ്കോളക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടുള്ളവനാണ് 20-കാരനായ ജിയാൻ ലൂക്ക ക്രിസ്ത്യാനി. അവനാണ് ഈ പണി ചെയ്യുന്നത്. മുഖം ഇങ്ങനെ വെച്ചിട്ട് അവൻ വിനിയെ വിളിച്ചത് എന്ത്? വിനിയെ അവൻ വിളിച്ചത് കുരങ്ങ് എന്നർത്ഥം വരുന്ന വാക്കാണ്. അത് പോർച്ചുഗീസിലും സ്പാനിഷിലും ഒക്കെ അതേ അർത്ഥം തന്നെ വരുന്നൊരു വാക്കാണ്. ആ വാക്ക് അവൻ ഒരു തവണയല്ല 5 തവണ റിപ്പീറ്റ് ചെയ്തു. അത് പറയുന്നത് എംബാപ്പയാണ്. കളിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ഇവൻ എന്താണ് പറഞ്ഞത് എന്ന്. ഞാൻ അടുത്ത് നിന്ന് കേട്ടതാണ് എന്ന് എംബാപ്പ പറഞ്ഞു. എംബാപ്പ അപ്പം തന്നെ അവനോട് പ്രതികരിക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അതായത് മോണോ എന്ന ഒരു വാക്കാണ്. അതാണ് ഈ പോർച്ചുഗീസിലും സ്പാനിഷിലും ഒക്കെ ഈ അർത്ഥം വരുന്ന വാക്ക്. അതവൻ 5 തവണ ഇങ്ങനെ വെച്ചിട്ട് അവൻ 5 തവണ വിളിച്ചു എന്നാണ് എംബാപ്പ പറയുന്നത്. എംബാപ്പ അപ്പോഴേ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ മുഖമൊക്കെ മാറ്റി ഒന്നും അറിയാത്ത പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ കളിക്ക് ശേഷം പറയുന്നത് ഓക്കെ, അതുപോലെ മറ്റുള്ളവരോടൊക്കെ അവൻ വിശദീകരിക്കുന്നത് തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ മോണോ എന്നല്ല, പകരം ഞാൻ വിളിച്ച് ഹെർമോണോ എന്നാണ്. ഹെർമോണോ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നാണ് അർത്ഥം. അതെ, നമ്മൾ ഒരാളെ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ സഹോദര 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 എന്നിങ്ങനെ 5 വട്ടം വിളിക്കും അല്ലേ? സഹോദര എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ആ സഹോദരാക്കർത്ഥം വേറെയാണ്. അക്ഷരാർത്ഥത്തിൽ അവൻ ഭീരുവാണ്. കാരണം ഇത് പണിയാവുന്ന അവനക്കറിയാം. ഇത് പ്രൂവ് ചെയ്യപ്പെട്ടാൽ അവന് ബാനാണ്. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ പണി ഇങ്ങനെ മുഖം പൊത്തിയിട്ട് ചെയ്യുന്നത്. സോ ഇതാണ് അവിടെ നടന്നത്. ഇതിലാണ് വലിയ രൂപത്തിൽ വിനി ജൂനിയർ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് റഫറിയുടെ അടുത്തേക്ക് പോയി പറയുന്നത്. അവിടെ പിന്നെ മൊറീഞ്ഞോയോടും വിശദീകരിക്കുന്നുണ്ട്. മൊറീഞ്ഞോയുടെ അടുത്തേക്ക് എംബാപ്പയും പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൊറീഞ്ഞോ പിന്നീട് പറയുന്നത് എന്നോട് ക്രിസ്ത്യാനി പറഞ്ഞത് വേറെ കാര്യമാണ്, വിനി പറഞ്ഞത് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഒരാളുടെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ നിഷ്പക്ഷനായിട്ട് നിൽക്കുക എന്നാണ് മൊറീഞ്ഞോ പറഞ്ഞത്. എങ്ങനെ എന്നാലും ഇയാൾ ചെയ്തത് തീർച്ചയായും പറഞ്ഞ ഭീരുത്വമാണ്. മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് അർജന്റീനക്കാരൻ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും ഫുട്ബോളിന് തന്നെ നാണക്കേടാണ്. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പറഞ്ഞ പോലെ നമ്മൾ 2026 ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളിക്കളത്തിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സെന്താണ്? ഇത് വലിയ നാണക്കേടാണ്, ഇത് കളിക്ക് തന്നെ നാണക്കേടാണ് എന്ന് ട്രെൻഡ് ഇന്നലെ കളിക്ക് ശേഷം പറയുന്നുണ്ട്. യെസ്, അപ്പോൾ അതാണ് കളിക്കളത്തിൽ സംഭവിച്ചത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.